ചെറുകഥ, കവിത, ഫലിതം ഈ വിഷയങ്ങളിൽ കഴിവുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ 59 സെക്കൻഡിൽ ഒതുങ്ങുന്ന നിങ്ങളുടെ പ്രകടനങ്ങൾ വാർത്താ വൈബ്സുമായി പങ്കുവെക്കൂ. ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ വാർത്താ ആപ്പ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, കാർണിവോർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ശരിക്കും പറഞ്ഞ യു ഗെറ്റ് എല്ലാം കിട്ടും. സീബ്ര, ഓസ്ട്രിച്ച്, അങ്ങനെ ഒരു വൈൽഡ് ആയിട്ടുള്ള മീറ്റുകള് ഒക്കെ നമ്മള് ഏറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിലേക്കൊന്നും കടന്നു പോവാത്ത ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കുറെ പീസുകളും കൊണ്ടിട്ടിട്ട് ഞാനൊരു സാധനത്തിൽ കുത്തിയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ അടുത്ത്, ഈ സാധനത്തിന്റെ കൂടെ ഈ സോസേ പോവുള്ളൂ, ഈ സാധനത്തിന്റെ കൂടെ ഈ സോസ് ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രണ്ടും ഒരു ധൈര്യമൊക്കെ സംഹരിച്ചിട്ട് അങ്ങോട്ട് കുത്തിയിട്ട് കഴിക്കാൻ വേണ്ടി പോയപ്പോ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചു, എന്താ ഈ കഴിക്കണേ എന്ന്. അപ്പോഴാ പറഞ്ഞത്, നത്തിങ് ടു വറി മാഡം, ഇതൊരു അലിഗേറ്റർ ആണ്, ഈ തലമുറയ്ക്കും കൂടി കഴിപ്പിച്ചു കൊടുക്കാന്ന് അങ്ങനെ വിചാരിച്ചു. ആ സമയത്തൊന്നും എനിക്ക് ഒരു യൂട്യൂബ് എടുത്ത് അതിൽ കൂടെ വ്ളോഗിലൂടെ കാണിക്കണം എന്ന് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ ഭക്ഷണം എന്ന് പറയണത് നമ്മള് എങ്ങനെ ഏത് കോമ്പിനേഷനിൽ കഴിക്കുമ്പോഴാണ് എന്താ പറയാ ഒരു പ്രത്യേക ആശ്വാസമാണ്, ആ ഒരു സ്വർഗം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ശരിക്കും പറഞ്ഞാല് ഫ്യൂ റെസ്റ്റോറൻറ്റ്സിന് മെനു പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡ് ടേസ്റ്റർ ആണ്, പിന്നെ ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും ചേച്ചിയെ കാണുന്ന സമയത്ത്, വ്ളോഗൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ ചേച്ചി നല്ല സാരി ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഇരിക്കുക. സാരി അത്ര ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം സാരിയാണ്. എന്നെ എപ്പ കണ്ടാലും ആൾക്കാര് ചോദിക്കുന്നതും എവിടെ സാരിയാണോ? യെസ്, എപ്പോഴും സാരിയാണ്. ഏത് യുണീക്ക് ആയിട്ടുള്ള സ്ഥലത്തും സാരി തന്നെയാണ്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇന്നത്തെ ഇന്റർവ്യൂ മെയിൻ ആയിട്ട് നമ്മൾ പാലക്കാടൻ ഭാഷയിലായിരിക്കും പറയാൻ പോകുന്നത്. ഞാനല്ല പാലക്കാടൻ ഭാഷ പറയുന്നത്, നമ്മുടെ ഗസ്റ്റ് ആണ്. വിനീസ് കിച്ചണിലെ വിനി ചേച്ചിയാണ് നമ്മുടെ ഗസ്റ്റ്. ഹലോ ചേച്ചി, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ശ്രീമോളെ, നമസ്കാരം. ഞാൻ എപ്പോഴും ചേച്ചിയെ കാണുന്ന സമയത്ത്, വ്ളോഗൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ ചേച്ചി നല്ല സാരിയൊക്കെ കൊടുത്തിട്ടായിരിക്കും നിൽക്കുക. സാരി അത്ര ഇഷ്ടമാണോ? സാരിയിൽ ചേച്ചിക്ക് നല്ല ഐശ്വര്യമാണ് കാണാൻ. സാരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു വസ്ത്രമാണ് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷം സാരിയാണ്. എന്നെ എപ്പ കണ്ടാലും ആൾക്കാര് ചോദിക്കുന്നതും എവിടെ സാരിയാണോ? യെസ്, എപ്പോഴും സാരിയാണ്. ഏത് യുണീക്ക് ആയിട്ടുള്ള സ്ഥലത്തും സാരി തന്നെയാണ്. അതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പൊ ചേച്ചി നമുക്കറിയാം, യൂട്യൂബ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുക്കിംഗ് ചാനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ചാനൽസ് ഉണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ചേച്ചിയുടെ വിനീസ് കിച്ചണിനെ വ്യത്യസ്തമാക്കുന്നത് എന്താന്ന് വെച്ചാല് ആ പാലക്കാടൻ ഭാഷയും, പിന്നെ അത് മാത്രമല്ല ലോകത്തെങ്ങും ഞാനൊന്നും കേട്ടിട്ടില്ലാത്ത ഒരുമാതിരിയുള്ള നാടൻ ഫുഡുകളാണ് ചേച്ചി ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ തന്നെ ആയിരിക്കണം അതിന്റെ ഹൈലൈറ്റ് എന്നുള്ള കാര്യം, അത് ഒരു മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചൊരു സാധനം ആയിരുന്നോ? സത്യം പറഞ്ഞ ശ്രീമോളെ, അങ്ങനെ ഒരു ലെവലിലേക്ക് തുടങ്ങിയതൊന്നും അല്ല. ഓക്കെ, ഞാൻ ഈ പ്ലാറ്റ്ഫോമില് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമില് ഞാൻ വന്നിട്ട് ഇപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 കൊല്ലം ആയിന്നേ ഉള്ളൂ. അതല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാലമായി. സോ ഞാൻ ഈ ഒരു ചാനൽ ഹസ്ബൻഡിന്റെ ബ്രദറാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി, ഇനിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ലെവലിലേക്ക് ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് നൊസ്റ്റാൾജിക് ഫീൽ ചെയ്തിട്ട് അവര് കഴിച്ചു മറന്ന, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കഴിച്ചു മറന്ന സംഭവങ്ങളുടെ റെസിപ്പി കിട്ടണമെന്ന് കണ്ടപ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ്സുകൾ അതുപോലെയുള്ള ഒരു ഓഡിയൻസ് ആയി. ലൈക്ക്, അയ്യോ, ഞാൻ എന്റെ മുത്തശ്ശി ഉണ്ടാക്കി തന്നിട്ട് ഈ ഒരു വിഭവം ഒന്ന് പറഞ്ഞു തരുമോ വിനി, നമ്മൾ ചെറുപ്പത്തിൽ കഴിക്കാറുണ്ടായിരുന്നില്ലേ പാലക്കാട്, അതൊന്നും ഉണ്ടാക്കൂ വിനി എന്ന് പറയണ. അങ്ങനെ പോകുമ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ലൈക്ക് ഓക്കെ, ഇന്ന പിന്നെ ഞാന് നമുക്ക് പരിചയമുള്ള ഞാൻ കഴിച്ചു വളർന്ന സാധനങ്ങൾ തന്നെ എല്ലാവർക്കും അങ്ങോട്ട് ഈ തലമുറയ്ക്കും കൂടി കഴിപ്പിച്ചു കൊടുക്കാന്ന് അങ്ങോട്ട് വിചാരിച്ചു. നല്ല കാര്യം, നല്ല കാര്യം. മാത്രല്ല കഴിച്ചും കാണിക്കുന്നുണ്ട്, അതും ഒരു വലിയ അട്രാക്ഷൻ ആണ്. അതെന്തിനാ ഞാൻ തുടങ്ങിയതെന്നറിയോ? നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തെ എന്താണ് അതിന്റെ കോമ്പിനേഷൻ വെറുതെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ ഭക്ഷണം എന്ന് പറയണത് നമ്മള് എങ്ങനെ ഏത് കോമ്പിനേഷനിൽ കഴിക്കുമ്പോഴാണ് എന്താ പറയാ ഒരു പ്രത്യേക ആശ്വാസമാണ്, ആ ഒരു സ്വർഗം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ആണ്.
അപ്പോ എന്താണ് അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഉപ്പേരി വെച്ച് കഴിച്ചു നോക്കൂട്ടോളൂ, ഇല്ലെങ്കിൽ കൊണ്ടാട്ടം കൂട്ടി കഴിക്കൂട്ടോ, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടാക്കണ്ട, ഇത് തൈര് വെച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ കഴിച്ച് കാണിക്കുമ്പോഴാണ് അപ്പൊ ഒരു ഐഡിയ വന്നു. ഓക്കെ, നമുക്ക് ഉപ്പേരി വേണ്ട, നമുക്ക് തൈര് മതി, ഇല്ലെങ്കിൽ കണ്ടില്ലേ വിനി കഴിച്ചത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു ഇത് വന്നപ്പോ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. കഴിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം ആൾക്കാരുണ്ട്, അതുണ്ട് കേട്ടോ. ചേച്ചി ശരിക്കും ചേച്ചി എന്തുവാ ചെയ്യുന്നത്? ചേച്ചി MBA ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ വ്ളോഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ശരിക്കും ആക്ച്വലി ഉള്ള ചേച്ചിയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? ഞാന് ശരിക്കും പറഞ്ഞാല് ഫ്യൂ റെസ്റ്റോറൻറ്റ്സിന് മെനു പ്ലാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡ് ടേസ്റ്റർ ആണ്, പിന്നെ ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മളിപ്പോ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെനു അവരുടെ മെനുവില് ഡിസൈനിങ്ങില് നമ്മൾ കുറച്ച് ന്യൂ വെറൈറ്റീസ്, ഇല്ലെങ്കിൽ അവർക്ക് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അവരുടെ ഓഡിയൻസിനനുസരിച്ച് മാറ്റങ്ങൾ മെനുവിൽ വരണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പ് അവര് ടേസ്റ്റ് റൺ ചെയ്യും. അതായത് ഈ എല്ലാ വിഭവങ്ങളും ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു റണ്ണിങ് പരിപാടി ഉണ്ടാവും. എന്നിട്ട് എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും കുറവ് വരുത്തണോ, ഇതെന്തെങ്കിലും കൂട്ടണോ, അങ്ങനെയുള്ളതൊക്കെ വരണ സമയത്ത് അഭിപ്രായങ്ങൾ ഇതുപോലെ ഫുഡ് സ്പെഷ്യലിസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഒരു 3rd പേഴ്സൺ ലെവലിൽ നിങ്ങൾ പറയൂ എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ഹൗസ് വൈഫ്, ബിസി വിത്ത് 2 മക്കൾ, പിന്നെ എന്റേതായിട്ടുള്ള പരിപാടികൾ. കണ്ണേട്ടൻ ഇപ്പൊ ചേച്ചി വിളിച്ച് ഇനിയിപ്പൊ ഞങ്ങള് വിളിച്ചേക്കാം, കാരണം അതൊരു കേട്ടൊരു ശീലമായി കണ്ണേട്ടൻ എന്നുള്ള കാര്യം. കണ്ണേട്ടനും കുക്ക് ചെയ്യാറുണ്ട്. അപ്പം അതെന്താണ് ഇപ്പൊ നിങ്ങൾ ചേട്ടൻ കുക്ക് ചെയ്യുന്നതും ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടു. അപ്പൊ ശരിക്കും നിങ്ങൾ തമ്മിൽ 2 പേരും കൂടെ പറയുകയാണെങ്കിൽ ആരാണ് നല്ല കുക്ക്? ഞാൻ മക്കളോട് ചോദിക്കണം. ശരിക്കും പറഞ്ഞാല് കണ്ണേട്ടൻ ഫ്രീ ആയിരിക്കുമ്പോ കണ്ണേട്ടന് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കണ്ണേട്ടൻ ചൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൈഫ് സേവേഴ്സ് ആണ് കണ്ണേട്ടൻ ചൂസ് ചെയ്യാറുള്ളൂ. അതായത് എങ്ങാനും നീ ഇല്ലെങ്കിൽ ഞാൻ മക്കൾക്ക് എന്തുണ്ടാക്കി കൊടുക്കണം, അപ്പൊ ഞാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ഉണ്ടാക്കാന്നുള്ളതാണ് കണ്ണേട്ടന്റെ കാഴ്ചപ്പാട്. അപ്പോ എന്താണ് പറയാ, എന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ചോദിക്കുമ്പോ ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യാം എന്ന് വരുമ്പോ, പിന്നെ കണ്ണേട്ടൻ്റെതായിട്ടുള്ള ചില ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുമ്പോ ഉണ്ടായ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ ഭയങ്കര ഹിറ്റാണ് നമ്മുടെ വീട്ടില്. അപ്പൊ അതും എല്ലാം കണ്ണേട്ടന് ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഹി ഫീൽസ് ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെയൊക്കെ കണ്ണേട്ടനും തോന്നാറുണ്ട്. സമയം കിട്ടുമ്പോ കണ്ണേട്ടനും ഇഷ്ടമാണ് ചെയ്യാൻ. ഇപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചി ഒരുപാട് റെസ്റ്റോറൻറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഒരുപാട് രുചികൾ അറിയേണ്ട ഒരാളാണ്. അപ്പൊ ഈ രുചികളൊക്കെ തേടി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ചോദിച്ചാല് ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്ര ചോദിച്ചാൽ അത് ഏതായിരിക്കും? ആക്ച്വലി എന്താ പറയാ, ഈ ഒരു സ്വാദ് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ തന്നെ സ്വയം കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അഡാപ്റ്റിങ് പറ്റില്ല. ഓക്കെ നമുക്ക് എന്തും കഴിക്കാം, അങ്ങനെയല്ല. എനിക്ക് ശരിക്കും അത് കണ്ട് അതിൻ്റെതായിട്ടുള്ള നോക്കി, ഓക്കെ അത് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം നോക്കി കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മള് കാണുമ്പോ ശരി നന്നായിട്ടുണ്ട് അല്ലെ, ഇന്നാ ഒന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ അങ്ങനെയുള്ള രുചി തേടിയിട്ടുള്ള പോക്ക് ഒരുപാടുണ്ട്. ബിക്കോസ് ഞങ്ങള് താമസിച്ചിരുന്നത് ഇപ്പൊ ദുബായിലാണ് കണ്ണേട്ടൻ വർക്ക് ചെയ്യുന്നെങ്കിലും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് കെനിയയിലായിരുന്നു ഞങ്ങൾ 5 കൊല്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇസ്താൻബുളിലായിരുന്നു 4 കൊല്ലം. അപ്പൊ ഇതെല്ലാ രാജ്യങ്ങളും അവിടുന്ന് വേറെ കുറെ രാജ്യങ്ങള്, അപ്പൊ ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ താമസിക്കുന്ന സമയത്തും ഒരുപാട് വിഭവങ്ങളാണ് നമ്മള് ഒത്തന്റിക് ആയിട്ട് കഴിക്കും. ഇപ്പൊ നമ്മളൊരു രാജ്യം വിസിറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മള് കിട്ടുന്നത് മാത്രം കഴിച്ചിട്ട് പോകാൻ നേരം, പക്ഷെ അവിടെ താമസിക്കുമ്പോൾ നമുക്ക് ശരിക്കും അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ലോക്കൽ ഭക്ഷണങ്ങള്, ആൾക്കാരെന്താ കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് തെരഞ്ഞു പോവാൻ പറ്റും. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഒരു യൂട്യൂബ് എടുത്ത് അതിൽ കൂടെ വ്ളോഗിലൂടെ കാണിക്കണം എന്ന് ഞാൻ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് എന്റെ യൂട്യൂബിൽ അതൊന്നും വരാതിരുന്നത്. അതില് ശ്രീമോള് ചോദിച്ച മാതിരി ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഫുഡിൽ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇസ്താൻബുളില് ഇസ്താൻബുളിലല്ല, കെനിയയില് നൈറോബിയില് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, കാർണിവോർ എന്ന് പറഞ്ഞിട്ട്. അവിടെ ശരിക്കും പറഞ്ഞ
യു ഗെറ്റ് എല്ലാം കിട്ടും. സീബ്ര, ഓസ്ട്രിച്ച്, എന്താ പറയാ, അങ്ങനെ ഒരു വൈൽഡ് ആയിട്ടുള്ള മീറ്റുകള് ഒക്കെ നമ്മള് ഏറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലെവലിലേക്കൊന്നും കടന്നു പോവാത്ത ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കുറെ പീസുകളും കൊണ്ടിട്ടിട്ട് ഞാനൊരു സാധനത്തിൽ കുത്തിയിട്ട് കഴിക്കാ, ഓക്കെ, അപ്പൊ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ അടുത്ത്, ഈ സാധനത്തിന്റെ കൂടെ ഈ സോസേ പോവുള്ളൂ, ഈ സാധനത്തിന്റെ കൂടെ ഈ സോസ് ആണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രണ്ടും ഒരു ധൈര്യമൊക്കെ സംഹരിച്ചിട്ട് അങ്ങോട്ട് കുത്തിയിട്ട് കഴിക്കാൻ വേണ്ടി പോയപ്പോ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചോദിച്ചു, എന്താ ഈ കഴിക്കണേ എന്ന്. അപ്പോഴാ പറഞ്ഞത്, നത്തിങ് ടു വറി മാഡം, ഇതൊരു അലിഗേറ്റർ ആണ്. എനിക്ക് ഒരു നിമിഷം കൊണ്ട് ഞാൻ അങ്ങട് എന്താ പറയാ, എനിക്കത് ടേസ്റ്റ് ചെയ്യണം അങ്ങനെയല്ല, ആകെ എനിക്ക് മുതലടവായോ, ആകെ എല്ലാം കൂടിയിട്ട് എനിക്ക് മുഖത്തും മുമ്പിലും ഒക്കെ കൂടി വന്നു. എന്നിട്ട് ഞാനിങ്ങനെ കണ്ണേട്ടന്റെ മുഖത്ത് നോക്കുക. കണ്ണേട്ടൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ഒരു ഫുഡ് സ്പെഷ്യലിസ്റ്റ് ആണ്, നീ എല്ലാം കഴിക്കണം, നിനക്കത് ടേസ്റ്റ് ചെയ്യണം. പക്ഷെ എന്താണ്, എല്ലാം കഴിക്കണം, പക്ഷെ നമ്മള് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണത് ശരിക്കും ഉണക്ക സ്രാവ് തന്നെ കഴിച്ചു ഇല്ല എന്നല്ല, ഒരു പീസ് കഴിച്ചു നോക്കി, എന്താ വെച്ചാൽ ജീവിതത്തിൽ ഇനി എപ്പോഴും അത് കിട്ടാണ്ട് വന്നാലോ, നമ്മൾ കഴിച്ചില്ല എന്ന് പറയരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ പൊട്ട് കഴിച്ചെങ്കിലും ഒരു ഉണക്ക സ്രാവൊക്കെ കഴിക്കുന്ന പോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മീറ്റ് ആണെങ്കിലും അതാണ് എന്നെ കൊണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഫുഡ്. ആരെങ്കിലും ഒരു എന്താ കുട്ടി, എന്താണ് നിങ്ങൾ കഴിച്ചതിൽ വെച്ച് മറക്കത്, മുതലയൊക്കെ തിന്നിട്ടുണ്ടോ എന്ന് പറയാം. അടിപൊളി അടിപൊളി. അപ്പം ചേച്ചി ഇപ്പൊ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് ആളുകളുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുണ്ടല്ലോ, അപ്പം അവരൊക്കെ ആയിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടോ? അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെയല്ല, ഞാന് ഒരുപാട് ആൾക്കാരുടെ കാണാറുണ്ട്. സത്യസന്ധമായിട്ട് പറയണെങ്കിൽ എന്താണ്, ഒരുപാട് പേരുടെ കാണാം. അത് മലയാളം മാത്രമല്ലാട്ടുള്ളൂ, ഞാൻ എല്ലാവരെയും കാണാം. എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാ ആ ഒരു കൈപുണ്യത്തോട് കൂടിയിട്ട് അവരുടെ ശൈലിയില് അവർക്ക് അറിയുന്ന പോലെ അവരുണ്ടാക്കി കാണിച്ച, എനിക്ക് ഒരു കുട്ടി എൻ്റെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊന്നും പറയല്ലേ ആൾക്കാർ. അപ്പോ ഞാൻ ഒരാളെ ഫോളോ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ എല്ലാം കാണും ഓൾമോസ്റ്റ്. എനിക്ക് ഭാഷ ഇനി മനസ്സിലായില്ല വെക്കൂ, ഇന്തോനേഷ്യൻ ഫുഡിന്റെ ഒക്കെ ആൾക്കാര് ചെയ്യുന്നതൊക്കെ ഞാന് ഭാഷ മനസ്സിലായിട്ടില്ലെങ്കിലും അവര് പറയണ വാക്കുകളുടെ ഇതിനെ എടുത്തിട്ട് ഗൂഗിളിൽ കൊണ്ടുപോയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ഊഹാണ്, ഓഹോ അപ്പൊ ഈ എണ്ണയിൽ അവൾ ഇതായിരിക്കും ഇട്ടിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരെയും കാണാറുണ്ട്, എനിക്ക് എല്ലാവരുടെയും ഇഷ്ടമാണ്. പ്ലസ് എല്ലാവരോടും ഒരുപാട് റെസ്പെക്റ്റ് ആണ്. പ്രത്യേകിച്ചിട്ട് ഞാൻ ലേഡീസിനോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ലേഡീസിന് മാത്രമല്ല ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കണ്ടന്റ് അങ്ങോട്ട് കൊടുക്കുക. സ്വീകരിക്കാണ്ടിരിക്കുക, സോഷ്യൽ മീഡിയ ആണ്, അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക, അതൊക്കെ പിന്നെ. പക്ഷെ നിങ്ങൾക്ക് ആ കഴിവുണ്ടോ, നിങ്ങൾ അത് കാണിക്കണം. ഐ റെസ്പെക്ട് ദാറ്റ്. സത്യം പറഞ്ഞ ഓരോ യൂട്യൂബേഴ്സിനെയും എനിക്ക് അതിൽ ഒരുപാട് റെസ്പെക്റ്റ് ആണ്. അവരുടെ കഴിവ് അവർ കാണിച്ച് എന്തൊക്കെ വിഭവങ്ങൾ അവർ ട്രൈ ചെയ്തിരിക്കുന്നു ഓരോരുത്തരും. അതുകൊണ്ട് കോണ്ടാക്ട് ആയിട്ട് എന്നുള്ള നിലയിലൊന്നുമില്ല, പക്ഷെ എനിക്ക് എല്ലാവരും ഇഷ്ടം, എല്ലാം ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഈ കുക്കിങ്ങും ജോലിയും ഇതൊന്നും അല്ലാതെ വിനി ചേച്ചിയുടെ ഹോബീസ് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ചെയ്യുന്നത് വേറെ? ഹോബീസ് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കിയുള്ളവർ പറയണ മാതിരി ഞാൻ ഫുൾ ടൈം പുസ്തകം വായിക്കും കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുട്ടി, ഞാൻ അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഒന്നാമത്തത് വീട്ടിലെ പണി, ബാക്കിയുള്ള കാര്യങ്ങള് എന്റേതായിട്ടുള്ള അതൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതലായിട്ടും വിനി എന്നൊരു ആളെ ബാക്കിയുള്ളവർ അറിയാതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, എനിക്ക് ഈ അനിമൽസ് ഭയങ്കര ഇഷ്ടം, മൃഗങ്ങളോട് ഭയങ്കര താല്പര്യമാണ്. അത് എന്റെ വീട്ടില് സാം ഉണ്ട്, അത് എന്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പൂച്ചയാണ്, അവനെ ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പൊ ഈ അഡോപ്ഷൻ പ്രോസസ്, അതേമാതിരി തന്നെ ദുബായിലുള്ള ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളായിട്ട് ഞാൻ ഇൻവോൾവ് ആണ്. ആ ഭാഗമൊന്നും ആർക്കും അറിയില്ല. ഞാൻ അവരായിട്ട് ഒരുപാട് ഇൻവോൾവ് ആണ്. എനിക്ക് പ്രത്യേകിച്ചിട്ട് നായ്ക്കള്, പ്രത്യേകിച്ചിട്ട് പൂച്ച, സ്ട്രേ കാറ്റ്സ്, സ്ട്രേ ഡോഗ്സ്, അവരുടെ അസോസിയേഷൻ, അവരെ റെസ്ക്യൂ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, തീരെ വയ്യാത്ത എന്താ പറയാ പെറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുക. എന്താ വെച്ചാൽ എന്റെ വിശ്വാസപ്രകാരം വായ തുറന്ന് എനിക്ക് വയ്യ ഇല്ലെങ്കിൽ എനിക്ക് വേദനിക്കണു എന്ന് പറയാൻ അവർക്ക് അറിയില്ല.
അപ്പോ ആ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആണെങ്കിലും അവരായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. ഒരുപാട് വയ്യാത്ത, ഒരുപാട് ദ്രോഹിച്ച മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകളുടെ കൂടെയൊക്കെ എന്റെ വേറൊരു ഭാഗമാണ് അത്. ശരിക്കും വലിയ കാര്യമാണ്. കാരണം എനിക്കും ഉണ്ട് ഒരു ക്യാറ്റ് കേട്ടോ. ഞാനും അഡോപ്റ്റ് ചെയ്തതാണ്. എനിക്കും ഒരു ക്യാറ്റ് ഉണ്ട്. അതെ അല്ലെ? എന്റെ സാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രയും നരകിച്ചിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. സോ ഒരു മൃഗത്തിനെ വേദനിപ്പിക്കാവുന്നതിന്റെ ഹൈറ്റ് വരയ്ക്കും അവനെ വേദനിപ്പിച്ച് ഇന്നിപ്പോ അവൻ എന്താ പറയാ, ഞാൻ എപ്പോഴും 3 ആൺമക്കളാണെന്നേ പറയുള്ളൂ. മനുവും കിച്ചുവും എന്റെ സാമും. എപ്പോഴും ഞാൻ അങ്ങനെ പറയുള്ളൂ. പക്ഷെ എല്ലാ മൃഗങ്ങൾക്കും ആ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. അപ്പോ ഒരുപാട് അസോസിയേഷൻ അതിന് വേണ്ടിയിട്ടുണ്ട്. അവരുടെ കൂടെ എനിക്ക് ഐ എം ഹാപ്പി. ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇവരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അടിപൊളി. ഓക്കെ. അമ്മയായിട്ട് വളരെ കണക്റ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ കുട്ടിയാണ്. ഇതൊക്കെ വ്ളോഗിൽ കേട്ട കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സമയത്ത് നാട്ടിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഞങ്ങൾക്ക് കൊറോണ ഒക്കെ ആണെങ്കിലും പക്ഷെ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞ എന്താണ് പറയാ, നാട് അത് മിസ്സിങ് തന്നെയാണ്. 2 കൊല്ലമായി പോയിട്ട്. അമ്മയെ അച്ഛയൊക്കെ കണ്ടിട്ട് കുറെ ആയി. നാട്ടിലെന്ന് പറഞ്ഞാ എന്താ അറിയോ, നമ്മൾ വരണൂന്നൊരു ഡേറ്റ് അമ്മക്ക് തറവാട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രിപ്പറേഷനാണ്. മോള് വരുന്നു, പ്രിപ്പറേഷനായി, കൊണ്ടാട്ടങ്ങളായി, വടകങ്ങളായി, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കലായി, ചക്ക വരട്ടലായി. അപ്പോ ആ ഒരു വീട് തന്നെ ഞാൻ വരണൂന്നുള്ളതിന്റെ ഒരു മോളായതുകൊണ്ട് ആ വരണൂന്നുള്ളതിന്റെ ഒരുക്കങ്ങൾ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നാലും ഞാൻ ഇതൊക്കെ തന്നെയാണ്. എനിക്കിനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. എന്താണ്, സാരിക്ക് പകരം മുണ്ടും നേരിയതാവാം, കുറച്ച് കൂടുതൽ അതാവാം. അങ്ങനെയുള്ള ഒരു മാറ്റങ്ങളെ എനിക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ അമ്പലങ്ങള്, രാവിലെ എണീക്കുക, പോവുക, എല്ലാവരെയും കാണുക. പിന്നെ എന്താ പറയാ, എപ്പോഴും ആ മിസ്സിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, കസിൻസിന്റെ ഒക്കെ കൂടെ എല്ലാവരും കിടന്ന് ഉറങ്ങണ സമയത്ത് കസിൻസിന്റെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുക. എന്നിട്ട് അപ്പോഴായിരിക്കും ആരെങ്കിലും മാങ്ങയൊക്കെ കൊണ്ടുവരിക. അത് വെറുതെ അമ്മിക്കല്ലിൽ കുത്തിയിട്ട് ആരും കാണാണ്ട് ഇരുന്ന് കഴിക്കുക. ഇപ്പോഴും ഇത്ര വയസ്സായാലും ഞാൻ നാട്ടിൽ പോയാൽ മുത്തശ്ശന്റെ വീട്ടിൽ പോയി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് പിന്നെ അമ്മ അവിടുന്ന് നിലവിളിക്കേണ്ടി വരുന്നുണ്ടോ നീയെ എന്നോ മറ്റേ. അത്രയും ഞാൻ മിസ് ചെയ്യുന്നുണ്ടെന്ന് ചുരുക്കം. ഇപ്പോൾ ചേച്ചി ഇനി ഒത്തിരി നേരം സംസാരിക്കണമെന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂവിന്റെ ഒരു പരിമിതി എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും Absolutely no worries, no. ഒരുപാട് സന്തോഷം. ഇനിയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ, എല്ലാം അടിപൊളിയായിട്ട് നീങ്ങട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു ശ്രീമോളെ. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട്. ആൻഡ് ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം, താങ്ക് യു സോ മച്ച്.